ബുദ്ധിമാനും ഒരു മണ്ടനും ഒരേ ഫ്രെയിമിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്റർ ആരാന്ന് പറയാൻ പറ്റും? മോദി. സംശയം കാര്യത്തില് നരേന്ദ്രമോദി പറയാൻ കാരണം ഈ ലോക നേതാവല്ലേ മോദി. പേരെന്താ? എന്റെ പേര് മുരളി. വെറും മുരളി അല്ല കേട്ടോ, ഷാഗിയില് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന മുരളി, അങ്ങനെ വേണം പറയാൻ കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഒരു വനിതയാണ്. ആ വനിതയെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വില ഉണ്ടാക്കിയതും ഇന്നത്തെ ഇന്ത്യയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നാണ് എന്റെ അഭിപ്രായം. സതീഷ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും ലോക നേതാവായി മാറിയത് മോദിയാണ്. ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെയും ഈ പരമോന്നത ബഹുമതി കൊടുത്ത എത്രയോ രാജ്യങ്ങൾ, 10-35 രാജ്യങ്ങളുടെ ബഹുമതി കൊടുത്ത ഒരു നേതാവാണ് മോദി. ഇന്ദിരാഗാന്ധിയുടെ ചങ്കൂറ്റം എന്ന് പറയുന്നത് മറ്റു രാജ്യക്കാർ പോലും സമ്മതിച്ചതാണ് മുരളി. ചാണകം മാത്രം തലയിൽ ചുമന്ന് നടക്കുന്ന മുരളി, അത് നിനക്ക് വല്ലതും അറിയോ മുരളി? അത് ലോക നേതാവാണ്. ഇന്ദിരാഗാന്ധി ഒരു ലോക നേതാവല്ല, ഇന്ത്യയുടെ നേതാവായിരുന്നു. ഓക്കെ, പക്ഷേ മോദി ലോക നേതാവാണ്. ഇന്ദിരാഗാന്ധി ലോക നേതാവായില്ല. ഇന്ത്യയുടെ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. ഓക്കെ, പക്ഷെ മോദി ഒരു ലോക നേതാവാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് വേണം, അങ്ങനെ വേണം മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ആ ചാണക മുരളിച്ചേട്ടനെ ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ വെക്കുക. അങ്ങനെങ്കിലും ആ ചങ്ങാതിക്ക് തലയ്ക്ക് വെളിവുണ്ടായിക്കോട്ടെ. ഇല്ല ചാണകം മുരളിച്ചേട്ടാ, ഇനി അങ്ങനെയും ചാണകം മുരളിക്ക് വരുന്നില്ലെങ്കിൽ ചാണകം സമ്മാനമായി കൊടുക്കുക, അല്ലാതെ വേറെ എന്ത് വഴി? ഒരു രക്ഷയില്ല. ഇങ്ങനെ ഉണ്ടല്ലോ കുറെ മന്ദബുദ്ധികൾ, അല്ലേ? വല്ലാത്ത കഷ്ടം.